കാലം കയ്യിൽ പൊക്കണം കരുതിക്കോ, മടിശീല കരുതിക്കോ. നീ വാളില്ലാത്തവൻ വസ്ത്രം വിറ്റു വാള് കൊള്ളട്ടെ എന്നാ പറഞ്ഞത്. ഉടനെ പത്രോസ് ചോദിച്ചു, ഇവിടെ 2 വാളുണ്ട് കർത്താവേ എന്നെ എടുത്തു പറഞ്ഞു. അയ്യോ, വാളെടുത്തവൻ വാളാൽ മരിച്ചു പോകും, അതുകൊണ്ട് നീ വാളെടുക്കണ്ട എന്നൊന്നും കർത്താവോടെ പറഞ്ഞിട്ടൊന്നുമില്ലടാ. വലുതോ, കാരണം ഇത് അന്ത്യകാലഘട്ടമാ. ഇത് സാത്താനിക ശക്തികൾ ഇളകി വരാൻ പോകുന്ന കാലഘട്ടമാണ്. അന്ത്യകാലഘട്ടം എന്ന് പറയുന്നത് പത്രോസിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെ കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. എടാ വിവരം കേട്ടവനെ, മനസ്സിലായോടാ? കൊതൻ ചാണകമേ റീന, നിന്നെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ജൂദാസ് എന്നെ ഒറ്റിക്കൊടുക്കും 30 വെള്ളിക്കാശിന് എന്ന് പറഞ്ഞത് നിന്നെ പോലെയുള്ള ഈ ഒറ്റിക്കൊടുക്കുന്ന നക്കാപ്പിച്ച താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും ഒറ്റിക്കൊടുക്കുന്ന ആ പ്രവൃത്തിയെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. തികച്ചും നീ ഈ ജൂതന്മാരോടൊപ്പം ആലോചിച്ച് നോക്കൂ. യേശുവിനെ ഒറ്റിക്കൊടുത്തത് ആരാണ് യഥാർത്ഥത്തിൽ? യേശുവിനെ കൊല്ലണമെന്ന് പറഞ്ഞത്, യേശുവിനെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞത് ആരാണ്? ജൂതന്മാർ, സയനിസ്റ്റുകളാണ്. അപ്പോൾ ആ സയനിസ്റ്റുകൾക്ക് ഒറ്റിക്കൊടുത്തത് നിന്നെപ്പോലെയുള്ള ജൂദാസ്, നിന്നെപ്പോലെ റീന എന്ന് പേരായിട്ടുള്ള കൊതം റാണി, കൊതം റാണിയെ പോലെയുള്ള വെറും നക്കാപ്പിച്ച താല്പര്യത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്ത നിന്നെപ്പോലത്തെ ഉള്ളവരെ കുറിച്ചാണ് യേശു പറഞ്ഞത്. അതല്ലാതെ നിരപരാധികളായ ആളുകളെ മുഴുവനും കൊന്നൊടുക്കുന്നതിനെക്കുറിച്ച്, അന്യായത്തെക്കുറിച്ച്, അനീതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് നോക്കൂ, ഒരിക്കലും യേശു പറയില്ല. യേശു പറഞ്ഞത് അന്യായമല്ല, മറിച്ച് നീതിയെക്കുറിച്ച് യേശു സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും ഒരൊറ്റ ദിവസം ഒരു കാരണവും കൂടാതെ ഒരൊറ്റ ദിവസം വന്നുകൊണ്ട് ആ രാജ്യത്തെയും ആ രാജ്യത്തെ ജനങ്ങളെയും ലോകം മൊത്തം മുൾമുനയിലാക്കി നിരപരാധികളെ രക്തമൊഴുക്കിയ, നിരപരാധികളെ കൊന്നൊടുക്കിയ ഇത്തരത്തിലുള്ള ജൂദാസുമാരെ കുറിച്ചാണ്, നിന്റെ ട്രംപ് ജൂദാസിനെ കുറിച്ച്, നിന്റെ ട്രംപ് നദ്യാനുഹിനെ കുറിച്ച്, നിന്നെ പോലെയുള്ള റീന കൊതത്തെക്കുറിച്ച് സ്ത്രീകൾ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള അന്യായം ചെയ്യുന്ന, മനുഷ്യത്വത്തിനും നീതിക്കും വിരുദ്ധമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിന്നെ പോലെയുള്ളവരെ കുറിച്ചാണ് അന്ന് യേശുദേവൻ അഥവാ അന്ന് കർത്താവ് പറഞ്ഞത്. അല്ലാതെ നിരപരാധികളായ മുസ്ലിങ്ങളെക്കുറിച്ചും ഇറാനികളെക്കുറിച്ചും അറബ് രാജ്യങ്ങളെക്കുറിച്ചും ഒന്നുമല്ല. മനസ്സിലായോ? ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ടില്ലേ, കർമ്മഫലം അനുഭവിക്കുകയാണ്, പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ചാണകം പറയുന്നത് കേട്ടില്ലേ? ശരിക്കാണ്. ഇടുങ്കിണി ചാണകം അഥവാ ക്രിസംഗി ചാണകം, അതുകൊണ്ട് മറ്റു ചാണകത്തേക്കാൾ അങ്ങേയറ്റം വെറുക്കപ്പെടേണ്ട ക്രിസംഗി ചാണകം. ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ. കാരണം ശക്തിമത്തായിട്ടുള്ള ഇറാൻ്റെ പ്രഹരമേറ്റ് അവിടെ ബങ്കറുകൾ പോലും ഇനി ഒന്നും ബാക്കിയില്ലാത്ത വണ്ണം അത് പരുക്ക് പറ്റിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് ഇവൾക്ക്. ഈ ക്രിസംഗിന് ചാണകം ഇങ്ങനെ കരയണമെങ്കിൽ ഈ ക്രിസംഗി റീനയ്ക്ക് എന്തോ തലക്ക് നല്ല പരുക്ക് തന്നെ പറ്റിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊന്നും കണ്ട് കരയുന്നവളല്ല ഈ പറയുന്ന ക്രിസംഗികളും സംഘികളും. മറിച്ച് അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഒറ്റ ഭയം കൊണ്ട് മാത്രമേ അവർക്ക് കരയാനാകൂ. അതല്ലാതെ സാധാരണ മറ്റുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഈ പറയുന്ന ചാണകസംഖികളെയും ഈ ക്രിസംഖികളെയും ഒന്നും തന്നെ വേദനിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ ഇല്ല. ഇത് ഇവൾക്ക് നല്ല പരിക്ക് കുടുങ്ങിയെന്നോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും നല്ല കുടുങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിൽ മോങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു എന്താ പറയുക പ്രശ്നവും ഇവൾക്ക് കുടുങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പം നോക്കൂ നിങ്ങൾ, ഇറാനിലെ 185 നിരപരാധികളായ കുഞ്ഞുങ്ങളെപ്പോലും ഭസ്മമാക്കിയപ്പോഴൊന്നും ഇവൾക്ക് യാതൊരു വിഷമവും തോന്നിയിട്ടില്ലാത്തവളാണ്. റീന അലക്സ് അല്ലെങ്കിൽ റീന എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊതൻ റാണിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എപ്പോഴും മുസ്ലിം വിരോധം മാത്രം മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആ സ്ത്രീ ഹമാസ് എന്ന് പറയുന്ന ഫലസ്തീനികളുടെ ഗസക്കാരുടെ ദുരിതപൂർണമായ ജീവിതം അല്ലേ, ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും കൂടെ ആ മർദ്ദിതരായ ജനവിഭാഗങ്ങളുടെ ജീവിതം ദുരിതമാക്കിയപ്പോഴൊക്കെ
ആർത്തട്ടാശിച്ച് ചിരിച്ചിരുന്ന ആ സ്ത്രീ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും ഇറാനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആർത്തട്ടാശിച്ച് ചിരിക്കുകയാണ് തികച്ചും ഈ രാക്ഷസിയായിട്ടുള്ള ഈ റീന കൊതം എന്ന് പറയുന്ന പെണ്ണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ അവൾ പറയുന്നത് ഇപ്പം നിങ്ങൾ കേട്ടില്ലേ? എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവും കൂടാതെ ഒരു പരമാധികാര രാജ്യത്തെ അതിൻ്റെ എല്ലാവിധ നിലനിൽപ്പിനെയും അപകടത്തിലാക്കി ഇന്നു കാണുന്ന സർവ്വ അനിശ്ചിതത്വങ്ങൾക്കും കാരണമായി ഈ രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ളത് ആരാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്നിട്ട് പോലും ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, യഥാർത്ഥത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട് വാളെടുത്തവൻ വാളാലെ. ഇത് യഥാർത്ഥത്തിൽ ഇവൾ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയോ? ഇറാനാണ്. ഇറാനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നരഭോജിയായ ഈ സ്ത്രീ ഏകപക്ഷീയമായി ഇത്തരത്തിലുള്ള അന്യായങ്ങൾ പടച്ചുവിടുന്നത്. ആലോചിച്ച് നോക്കൂ. അസത്യത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് നോക്ക്, അധർമ്മ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഈ സ്ത്രീ ഏറ്റവും മോശമായ രീതിയിൽ മർദ്ദകരായ ജനങ്ങൾക്ക് ഓശാന പാടുന്ന ആ വാക്കുകളുണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇപ്പോൾ അവൾ കരയുന്നതും കാണൂ. പടച്ച തമ്പുരാൻ്റെ ഒരു പണിയാണ് ഇത്രയൊക്കെ പറഞ്ഞ് അവൾ ഇപ്പോൾ പൊട്ടിക്കരയുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. ആ വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഈ റീന കൊതം എന്ന് പേരായിട്ടുള്ള ഈ വർഗീയ ഭീകരവാദിനിയായ ഈ പെണ്ണ് ഇപ്പം കരയുന്നു. എന്താ? ഇറാൻ്റെ പണി ശക്തിമത്തായിട്ട് ഏറ്റു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല എവിടെയാണ് നെതന്യാഹു എന്ന് പോലും ഇപ്പോൾ ആർക്കും തിരിച്ചറിയാൻ കണ്ണിലെണ്ണ ഇട്ട് അവനെ തെരഞ്ഞു നടന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്ന വിവരങ്ങൾ. മാത്രമല്ല എന്തുമാത്രം മര്യാദയുടെയും മാനുഷികതയുടെയും മുഖമാണ് ഇപ്പോഴും ഇറാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇന്ത്യ പോലെയുള്ള രാജ്യം ശരിക്ക് നിഷ്പക്ഷമായി നമ്മുടെ പഴയ കാലത്ത് തന്നെ അഥവാ 3 ദശാബ്ദത്തിലേറെയായി ഇന്ത്യയോട് വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാനോട് മാനുഷികമായ ഒരു മുഖം പോലും കാണിക്കാതെ, നമ്മൾക്ക് സാധാരണ പറയുമല്ലോ, ഒരു അങ്ങാടി ചന്തയിൽ നിന്ന് കണ്ട ബന്ധം പോലും കാണിക്കാതെ യഥാർത്ഥത്തിൽ ഈ മോഡി ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് ഹോർമിസ് കടലിടുക്കിലൂടെ കുറച്ച് പാചകവാതകം കൊണ്ടുപോകുവാൻ സമ്മതിക്കുമോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ ആ ഹോർമുസിൻ്റെ കടലിടുക്ക് സത്യത്തിൽ ഈ ഇന്ത്യക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇത്രയേറെ വലിയ മാനുഷിക മുഖം വേറെ ലോകത്ത് തങ്ങളുടെ ശത്രുപക്ഷത്താണ് ഇന്ത്യ നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന് ബോധ്യമായിട്ട് പോലും ഈ ഇറാൻ്റെ പക്ഷത്തു നിന്നുണ്ടായിട്ടുള്ള നിലപാടുകൾ അങ്ങനെയാകുമ്പോൾ ആലോചിച്ച് നോക്കൂ. മാത്രമല്ല UAEക്ക് നേരെയുള്ള മിസൈൽ വർഷം നിർത്തണം, ആക്രമണം ഇറാൻ നിർത്തണമെന്ന് പറഞ്ഞപ്പോഴും 48 മണിക്കൂറിന് മുമ്പ് ഇസ്രായേലിലെത്തി അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത വിവരവും ലോകം അറിഞ്ഞതാണ്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പോലും ഇറാനെതിരെയുള്ള ഒരു ആക്രമണം നിങ്ങൾ നിർത്തൂ എന്ന് നിഷ്പക്ഷമായ രീതിയിലുള്ള ഒരു രാജ്യമാണെങ്കിൽ എന്താ ചെയ്യുക? 2 കൂട്ടരും യുദ്ധം നിർത്തൂ, അങ്ങനെയെങ്കിലും പറയാനുള്ള. ആക്രമണം തുടങ്ങിയവരാരാണോ അവരാണ് ശരിക്കും യുദ്ധം നിർത്തേണ്ടത്. ഒരു കാരണവുമില്ലാതെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ധ്വംസിച്ചുകൊണ്ട് ചെയ്ത ആ നിലപാടും നടപടിയും നിർത്തേണ്ടത് അമേരിക്കയും ഇസ്രായേലുമായിരിക്കെ അവരെ ഒന്നും തന്നെ വിമർശിക്കാതെ മർദ്ദിതരായ ആ ജനവിഭാഗങ്ങളെ നിന്ദിച്ച ആ പറയുന്ന മോഡിക്ക് കൊണ്ടുപോയിക്കോളൂ ഞങ്ങളുടെ ഹോർബീസിലൂടെ, ആലോചിച്ച് നോക്കൂ എന്ന് പറയാൻ മാത്രമുള്ള മനസ്സറിവ് ആർക്കാ ലോകത്തുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, സദ്ദാം ഈ ഇറാനുമായി യുദ്ധം 8-9 കൊല്ലം നടത്തിയപ്പോൾ പോലും ഇമാം ഖുമൈനി പറഞ്ഞൊരു വാക്കാണ് ഞാനിപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇറാഖ് കണ്ണും മൂക്കും നോക്കാതെ രാസായുധം ഉപയോഗിച്ചാൽ പോലും തിരിച്ച് നമ്മൾ ഒരിക്കലും രാസായുധം കൊണ്ട് മറുപടി കൊടുത്തുകൂടാ എന്നാണ് യഥാർത്ഥത്തിൽ ഇറാൻ നേതൃത്വത്തോട് അന്ന് ഇമാം ഖുമൈനി പറഞ്ഞത്. എന്തുകൊണ്ടാണത്? തൻ്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും ആ പ്രവാചകനെയും ആ മനസ്സിൽ തിരുകിയത് കൊണ്ടാണ്. മാനുഷിക മുഖം അത്തരത്തിലുള്ള ക്രൂരന്മാരോട് പോലും മാനുഷിക മുഖത്തിനപ്പുറം നിങ്ങൾ മര്യാദകേട് കാണിച്ചുകൂടാ എന്ന് ബോധ്യപ്പെടുത്താൻ മാത്രം അദ്ദേഹത്തിന് ഈമാൻ, അദ്ദേഹത്തിന് ശബ്ദം കിട്ടിയത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ആ പ്രവാചകനോടുള്ള സ്നേഹം നെഞ്ചിലേറ്റിയത് കൊണ്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ റീന കൊതം എന്ന് പറയുന്ന സ്ത്രീ പൊട്ടിക്കരയുന്നു. കർമ്മഫലം, അതായത് ഇതിനു മുമ്പ് അവൾ ചിരിച്ചുകൊണ്ട് നോക്കൂ യേശുവിനെ പോലും കുറ്റവാളിയായി ചിത്രീകരിച്ചുകൊണ്ട് യേശു എന്തു പറഞ്ഞു എന്ന് അവൾ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? വാളെടുത്തവൻ വാളാലെ എന്ന് യേശു പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? നമുക്കൊക്കെ ഇപ്പോൾ ബോധ്യമായില്ലേ ആരാണ് വാളെടുത്തത് എന്ന്. എന്നിട്ട് പോലും അതിനെക്കുറിച്ച് അപലപിക്കാൻ കഴിയാതെ വീണ്ടും മർദ്ദകൻ ആരാണെന്ന് ബോധ്യമായിട്ട് പോലും മർദ്ദകനോടൊപ്പം ചേർന്ന്
മർദ്ദിത ജനവിഭാഗങ്ങളെ പരിഹസിക്കുന്ന റീന കൊതം തൊട്ട ഉടനെ തന്നെയാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ഈ പറയുന്ന വീഡിയോ ചെയ്തത്. വല്ലാത്ത കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന വാക്കുകളാണ്. ഇറാൻ പണി കൊടുത്തു, ഇസ്രായേലിൻ്റെ പണി പാളി, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് ഉടലോടെ രക്ഷപ്പെടുകയാണ്, എനിക്കിനി എത്ര കാലം ഇവിടെ വെറും കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഇസ്രായേലിൽ പോലും ഇനി എനിക്ക് നിലനിൽപ്പില്ല. മർദ്ദകരായ ആ ഭരണകൂടത്തിന് ഒത്താശ ചെയ്ത് വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് ഇപ്പോൾ നെതന്യാഹുവിന് പോലും ഇസ്രായേലിൽ രക്ഷയില്ലാത്ത ഈ സമയത്ത് തനിക്ക് പിന്നെ എങ്ങനെയാണ് ഒരു രക്ഷ കിട്ടുക എന്ന കാര്യത്തിൽ പണി കിട്ടിയിരിക്കുന്നു. പൊട്ടിക്കരയുകയാണ്. ഈ റീന കൊതം എന്ന് പറയുന്ന ഈ വർഗീയവാദിനിയും വളരെ നുണച്ചിപ്പായുമായിട്ടുള്ള ആ സ്ത്രീ ഇപ്പോൾ പൊട്ടിക്കരയുകയാണ്. ആലോചിച്ച് നോക്കൂ. കാരണം എന്താണ്? അവളുടെ പൊട്ടിക്കരച്ചിൽ ആരാണ് കാണുന്നത്? കാരണം അവൾ ചിരിച്ചിരുന്ന കാലത്ത് അവളുടെ കൂടെ ചിരിക്കാൻ കുറേ ഉണ്ടാകുമല്ലോ. സംഘികളും കൃസംഘികളും അല്ലേ, ജൂതന്മാരും ഉണ്ടാകും യഥാർത്ഥത്തിൽ. പക്ഷേ ഇന്ന് അവൾ പൊട്ടിക്കരയുമ്പോൾ അവൾക്ക് ആരാണ് കൂടെയുള്ളത്? ആരുമില്ല, നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ അവൾ ഈ പൊട്ടിക്കരഞ്ഞ വീഡിയോ ചെയ്തതിന് താഴെ കമൻറ്റ് ചെയ്യാൻ ആരുണ്ട്? ഇന്ന് ആരെയും കിട്ടുകയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ താൻ മാത്രം കാണുകയുള്ളൂ, തൻ്റെ നിലയിലേ ഉണ്ടാവുകയുള്ളൂ എന്ന ആ പാട്ടിനെ അർത്ഥവത്താക്കിക്കൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.